എഞ്ചിനീയർ വിളിച്ചു, ഞാൻ സാർ ഇത് എനിക്ക് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അങ്ങനെ അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് കഴിഞ്ഞപ്പം പല പല ആൾക്കാർ വന്നു. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10-30 ആൾക്കാർ ഈ ഗ്രാൻഡ് മോസ്കിലുണ്ട് ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗത്ത് വന്നു. ഭയങ്കര ബഹളം. എല്ലാ ക്യാമറയും അടിക്കുന്നു, TV അടിച്ച് മാറ്റി വെക്കുന്നു, സാധനങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റിയും തിരിച്ചും ഒക്കെ വെക്കുന്നു. ഒരിതുമില്ല. അവസാനം ഞാൻ ആദ്യം വന്ന ആ മനുഷ്യനോട് പറഞ്ഞു, ഞങ്ങളോടൊന്ന് പറഞ്ഞു, ഇത് നിന്ന് ഫിക്സ് ചെയ്യാതെ നിങ്ങൾ ആരും ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ സിവിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കയറുന്നത്. ഇത് തിരിച്ചിട്ടണം. അതുപോലെ അവർ ഗേറ്റ് തുറന്നു വരികയും വേണം നമുക്ക് പുറത്ത് പോകാൻ. ഭയങ്കര സുരക്ഷയുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങളെല്ലാവരും ജോലി ചെയ്യണം. അപ്പം ഞാൻ ഏകദേശം രാവിലെ ഒരു 9 മണിക്ക് ചെന്നാണ്. 3-3:30 ആയിട്ടും ഈ പരിപാടി സോൾവ് ആയിട്ടില്ല. 4 മണി വരെയുള്ള ഡ്യൂട്ടി ഞങ്ങൾക്ക്. എന്നാൽ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഭക്ഷണങ്ങൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. ജ്യൂസ് വരുന്നുണ്ട്, ഫ്രൂട്ട്സൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്ക് ആ മനുഷ്യൻ ഓർഡർ ചെയ്ത് എന്തൊക്കെയുണ്ടൊക്കെ ഭക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും ടെൻഷനാണ്, ഇത് ഫിക്സ് ആവുന്നില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേ എന്നെ വിളിക്കാനായിട്ട് ഈ ആദ്യം രാവിലെ കൊണ്ടുവിട്ട ഫോർമാൻ വീണ്ടും വന്നു വണ്ടിയും കൊണ്ട്. അപ്പം എന്നെ വിളിച്ചു, മോനെ എന്തുവായി കഴിഞ്ഞില്ലയോ? ഞാൻ റെജി എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ റെച്ച ഇതുവരെയായിട്ട് ഇവിടെ ഫിക്സ് ആയില്ല, ഈ പ്രശ്നം സോൾവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളി വണ്ടി പാർക്ക് ചെയ്തിട്ട് പുള്ളിക്കാരോട് കയറി വന്നിട്ട് പുള്ളി നോക്കി എന്താ പ്രശ്നം. പുള്ളി കുറച്ച് നേരം നോക്കിയിട്ട് പുള്ളി നേരെ ഈ കൺട്രോൾ റൂമിൽ പോയിട്ട് എക്യുപ്മെൻ്റെല്ലാം ഇരിക്കുന്ന റാക്കിൻ്റെ DVR എന്ന് ഒരു കോപ്പർ ഒരു വയർ കണക്ട് ചെയ്ത് അത് ആ റാക്കിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. ഈ മാജിക് എന്നൊക്കെ പറയാമല്ലോ, ഒറ്റയടിക്ക് ഈ ഗ്രെയിൻസ് മുഴുവൻ അങ്ങ് പോയി. കാരണം എർത്ത് ലീക്കേജ് ആയിരുന്നു. അത് ശരിക്കും കണ്ടുപിടിക്കാനായിട്ട് ഈ ടെക്നോളജി ഒരുപാട് പഠിച്ച ആൾക്കാർക്ക് അറിയത്തില്ല. അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആയിട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ വണ്ടി ഇതുപോലെ പല പ്രശ്നങ്ങൾ കണ്ട് തഴമ്പിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം ഒരു നിസ്സാര സംഭവത്തില്ല. കാരണം സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ രാവിലെ 9 മണിക്ക് ഈ മനുഷ്യനോട് വന്നിരുന്നെങ്കിൽ ഒരു 10-15 മിനിറ്റ് വേണ്ടി പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു പോയിരുന്നു. ഞാൻ പറഞ്ഞേ ഏതാണ്ട് 10-30 സ്റ്റാഫ് കിടന്ന് ആഞ്ഞ് വിശ്രമിച്ചിട്ട് പോലും ഈ സംഭവം സോൾവ് ആക്കാൻ പറ്റില്ല. പക്ഷേ പുള്ളിക്കാരൻ വന്ന് 5 മിനിറ്റ് സാധനം ഫിക്സ് ചെയ്തിട്ട് പോയി. അവരോട് പറഞ്ഞു ഇത് ഓക്കെയാണ്. അയാളും വന്ന് കണ്ടു, ആ മോസ്കിൻ്റെ മെയിൻ ആളും വന്ന് കണ്ടു. അയാളും വളരെ ഹാപ്പി. ഓക്കെ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പ്രത്യേകിച്ച് ഇത് ഈ പ്രൊഫഷണൽ ഫീൽഡാണ് പറ്റുന്നത്. ഓക്കെ, ആൾക്ക് പഠിപ്പില്ല, ആൾക്ക് പൊസിഷൻ ചെറുതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ആൾക്കാരെ മാറ്റി നിർത്തും. അല്ല അവരൊരു അഭിപ്രായം പറഞ്ഞപ്പോഴും താൻ പറയുന്ന അഭിപ്രായം കേൾക്കാൻ താല്പര്യമുള്ളൂ എന്ന് വെച്ചാൽ എഞ്ചിനീയേഴ്സൊക്കെ മാറ്റി ഞാൻ കണ്ടുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിനെ വിലയിടുന്നവന് ഉറപ്പായിട്ടും ഇവർ പറയുന്ന അഭിപ്രായങ്ങളും കേൾക്കും. ഉറപ്പായിട്ടും അവരുടെ അഭിപ്രായങ്ങൾ നല്ലതുമായിരിക്കും. താങ്ക് യു.